ഒരു രാജ്യത്തിലെ രാജാവിന് 3 സംശയങ്ങളുണ്ടായി. ഈ 3 ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിച്ചാൽ താൻ എവിടെയും പരാജയപ്പെടില്ല എന്ന് രാജാവിന് തോന്നി. രാജസദസ്സിലെ പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തി രാജാവ് തൻ്റെ മനസ്സിലുദിച്ച 3 ചോദ്യങ്ങൾ അവതരിപ്പിച്ചു. ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ മറുപടി തരുന്നവർക്ക് ഉചിതമായ സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്തു. 3 ചോദ്യങ്ങൾ ഇവയായിരുന്നു: ഏത് കാര്യവും ചെയ്യാൻ പറ്റിയ ശരിയായ സമയം ഏത് എന്ന് എങ്ങനെ അറിയാം? നമുക്കിടപഴകാൻ ഉചിതനായ ആളെ എങ്ങനെ തിരിച്ചറിയാം? എല്ലാത്തിനുമുപരി നാം ചെയ്യുന്ന കാര്യം ഏറ്റവും ഉചിതമാണോ എന്ന് എങ്ങനെ അറിയാം? ഈ ചോദ്യങ്ങൾക്ക് ഓരോ പണ്ഡിതന്മാരും ഓരോ ഉത്തരങ്ങൾ നൽകി. ഈ വ്യത്യസ്തമായ ഉത്തരങ്ങളൊന്നും രാജാവിനെ തൃപ്തിപ്പെടുത്തിയില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാജാവ് കുറച്ചകലെയുള്ള ഒരു കാട്ടിൽ താമസിക്കുന്ന ജ്ഞാനിയായ ഒരു ഗുരുവിനെക്കുറിച്ച് കേൾക്കാൻ ഇടയായി. അദ്ദേഹത്തെ സന്ദർശിക്കാനായി രാജാവ് വേഷപ്രച്ഛന്നനായി കാട്ടിലേക്ക് യാത്രയായി. കുറേ ദൂരം പിന്നിട്ട ശേഷം പരിവാരങ്ങളെ തിരിച്ചയച്ച അദ്ദേഹം തനിച്ചു നടന്ന് ഗുരുവിൻ്റെ താമസസ്ഥലത്ത് എത്തിച്ചേർന്നു. ഗുരു തൻ്റെ കുടിലിന് മുൻപിലായി മണ്ണ് കിളച്ചു മാറ്റുകയായിരുന്നു. രാജാവിനെ കണ്ടപ്പോൾ പുഞ്ചിരിച്ച് അഭിവാദ്യം ചെയ്തുവെങ്കിലും അദ്ദേഹം തൻ്റെ ജോലി തുടർന്നു. ഗുരു വളരെ ക്ഷീണിതനായിരുന്നു. രാജാവ് ഗുരുവിനെ വന്ദിച്ചു പറഞ്ഞു: അല്ലയോ മഹാത്മൻ, എൻ്റെ 3 സംശയങ്ങൾക്ക് ഉത്തരം തേടിയാണ് ഞാൻ താങ്കളുടെ മുൻപിൽ എത്തിച്ചേർന്നത്. എനിക്ക് ഉചിതമായ മറുപടി കിട്ടിയാൽ നന്നായിരുന്നു. ഇത്രയും പറഞ്ഞ് രാജാവ് തൻ്റെ 3 ചോദ്യങ്ങൾ ഗുരുവുമായി പങ്കുവച്ചു. ഗുരു ചോദ്യങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെങ്കിലും മറുപടി ഒന്നും പറയാതെ തൻ്റെ ജോലി തുടർന്നു. അപ്പോൾ രാജാവ്: അല്ലയോ മഹാത്മൻ, താങ്കൾ വളരെ ക്ഷീണിതനാണ്. കുറച്ചു നേരം വിശ്രമിക്കൂ. കുഴിയെടുക്കാൻ ഞാൻ സഹായിക്കാം എന്നു പറഞ്ഞ് മൺവെട്ടി വാങ്ങി മണ്ണ് നീക്കാൻ തുടങ്ങി. കുറച്ചു സമയം കഴിഞ്ഞ് രാജാവ് ചോദ്യം ആവർത്തിച്ചു. അപ്പോഴും ഗുരു ഒന്നും പറയാതെ മൗനമായിരുന്നു. മണിക്കൂറുകൾ പിന്നെയും കഴിഞ്ഞു. സൂര്യൻ അസ്തമിക്കാറായി. രാജാവ് ജോലി മതിയാക്കി ഗുരുവിനോട് പറഞ്ഞു: മഹാത്മൻ, എൻ്റെ സംശയങ്ങൾക്ക് താങ്കൾക്ക് മറുപടി ഒന്നും പറയാനില്ലെങ്കിൽ ഞാൻ തിരിച്ചു പോയിക്കൊള്ളാം. ഇത് പറഞ്ഞു തീർന്നപ്പോഴേക്കും ഒരാൾ അവിടേക്ക് ഓടി വരുന്നത് അവർ കണ്ടു. വന്നയാൾ രാജാവിൻ്റെ മുന്നിലെത്തിയതും ബോധം കെട്ടു വീണു. രാജാവ് അയാളെ താങ്ങിയിരുത്തി. അയാളുടെ വയറിലേറ്റ ആഴമേറിയ മുറിവിൽ നിന്നും ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. രാജാവ് തൻ്റെ വസ്ത്രങ്ങൾ കീറി അയാളുടെ മുറിവിലെ ചോരയൊക്കെ തുടച്ചു കളഞ്ഞു. മുറിവ് കഴുകി വൃത്തിയാക്കി നന്നായി പൊതിഞ്ഞു കെട്ടി. ശേഷം രാജാവ് അയാളെ താങ്ങിയെടുത്ത് കുടിലിൻ്റെ അകത്തു കൊണ്ടുപോയി കിടത്തി. അയാൾക്ക് ബോധം വന്നപ്പോൾ കുടിക്കാൻ വെള്ളം കൊടുത്തു. ഇത്രയും കഴിഞ്ഞപ്പോൾ രാജാവിനും ക്ഷീണം തോന്നി. തനിയെ ഉറങ്ങിപ്പോയി. നേരം വെളുത്തപ്പോൾ രാജാവ് കണ്ണു തുറന്നപ്പോൾ കണ്ടത് തന്നെ ഉറ്റുനോക്കുന്ന മുറിവേറ്റ ആ മനുഷ്യനെയാണ്. രാജാവ് ഉറക്കമുണർന്നു എന്ന് മനസ്സിലായ ഉടനെ അയാൾ രാജാവിനെ തൊഴുതുകൊണ്ട് തന്നോട് ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചു. അത്ഭുതപ്പെട്ടു നിന്ന രാജാവിനോടായി അയാൾ തുടർന്നു: ഞാൻ താങ്കളുടെ ശത്രു രാജ്യത്തിൽ നിന്നാണ് വരുന്നത്. താങ്കൾ എൻ്റെ സഹോദരനെ വധിച്ചു. ഞങ്ങളുടെ സ്വത്തുക്കളെല്ലാം പിടിച്ചെടുത്തു. അതിന് പ്രതികാരം ചെയ്യാൻ വന്നതാണ് ഞാൻ. താങ്കൾ തനിച്ച് ഗുരുവിനെ കാണാൻ പോകുന്നതായി എനിക്ക് വിവരം കിട്ടി. ഗുരുവിനെ കണ്ട് തിരിച്ചു വരുന്ന വഴി താങ്കളെ വധിക്കാനായിരുന്നു എൻ്റെ പദ്ധതി. എന്നാൽ കുറേ നേരമായിട്ടും താങ്കളെ കാണാത്തപ്പോൾ ഞാൻ തിരിച്ചു പോകുകയായിരുന്നു. എന്നാൽ ഞാൻ എത്തിപ്പെട്ടത് താങ്കളുടെ പടയാളികളുടെ മുൻപിലായിരുന്നു. അവർ എന്നെ മുറിവേൽപ്പിച്ചു. അവരുടെ മുൻപിൽ നിന്ന് ഞാൻ ഒരുവിധം ഓടി രക്ഷപ്പെട്ട് എത്തിയത് താങ്കളുടെ മുൻപിലായിരുന്നു. എന്നാൽ താങ്കൾ എന്നെ പരിപാലിച്ചു, സംരക്ഷിച്ചു. താങ്കളെ വധിക്കാൻ വന്ന എന്നെ താങ്കൾ രക്ഷിച്ചു. അതിന് താങ്കളോട് വളരെ നന്ദിയുണ്ട്. എനിക്ക് മാപ്പ് നൽകണം. ഇനി മുതൽ ഞാൻ താങ്കളുടെ ശത്രുവല്ല, താങ്കളുടെ ദാസനായിരിക്കും. എൻ്റെ മക്കളും അങ്ങനെ തന്നെയായിരിക്കും. രാജാവിന് സന്തോഷമായി. യാതൊരു മെനക്കേടുമില്ലാതെ ഒരു ശത്രുവിനെ കീഴടക്കിയിരിക്കുന്നു. രാജാവ് അയാൾക്ക് മാപ്പ് കൊടുത്തു. പിടിച്ചെടുത്ത ഭൂമി മുഴുവൻ തിരിച്ചു കൊടുക്കാമെന്നും കൊട്ടാരം വൈദ്യനെ തന്നെ ചികിത്സയ്ക്കായി ഏർപ്പാട് ചെയ്യിക്കാമെന്നും വാഗ്ദാനം ചെയ്തു. അയാളെ യാത്രയാക്കിയ ശേഷം രാജാവ് ഗുരുവിനോട് പറഞ്ഞു: മഹാത്മൻ, ഞാൻ തിരിച്ചു പോകുകയാണ്. പോകുന്നതിന് മുൻപായി ഞാൻ എൻ്റെ 3 ചോദ്യങ്ങൾ ആവർത്തിക്കുകയാണ്. എന്താണ് താങ്കളുടെ ഉത്തരം? താങ്കൾക്ക് ഉത്തരം ലഭിച്ചുവല്ലോ. ഗുരു പറഞ്ഞു. ചോദ്യം ഭാവത്തിൽ നിന്ന് രാജാവിനോട് ഗുരു പറഞ്ഞു: താങ്കൾ കുഴിയെടുക്കാൻ എന്നെ സഹായിച്ച സമയമാണ് ഏറ്റവും നല്ല സമയം. ഞാൻ മൗനം പാലിച്ചപ്പോൾ എനിക്ക് ഉത്തരമില്ല എന്ന് കരുതി താങ്കൾ തിരിച്ചു പോയിരുന്നുവെങ്കിൽ താങ്കളുടെ ശത്രു പതിയിരുന്ന് താങ്കളെ ആക്രമിച്ചേനെ. എൻ്റെ ഉത്തരത്തിന് കാത്തു നിൽക്കാത്തതിന് താങ്കൾ സ്വയം പഴിച്ചേനെ.
അപ്പോൾ ഉചിതനായ ആൾ ഞാൻ തന്നെ. നിങ്ങൾ എൻ്റെ അവശത കണ്ട് കുഴിയെടുക്കാൻ എന്നെ സഹായിച്ചത് തന്നെയാണ് ഏറ്റവും ഉചിതമായ കാര്യവും. പരിക്കേറ്റ ഒരു അപരിചിതൻ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ താങ്കൾ അയാളെ ശുശ്രൂഷിച്ചു, മരണത്തിൽ നിന്ന് രക്ഷിച്ചു. അതിനാൽ നിങ്ങൾക്ക് ഒരു ശത്രു ഇല്ലാതായി. അപ്പോൾ അയാൾ ഇവിടെ വന്ന സമയമാണ് ഏറ്റവും നല്ല സമയം. അപ്പോൾ ഏറ്റവും ഉചിതനായ ആൾ അയാൾ തന്നെ. താങ്കൾ അയാളെ മരണത്തിൽ നിന്ന് രക്ഷിച്ചത് തന്നെയാണ് ഏറ്റവും മഹത്തായ കാര്യവും. ടോൾസ്റ്റോയ് ഈ കഥയിലൂടെ നൽകുന്ന സന്ദേശം ഇതാണ്. ഇപ്പോൾ ഈ നിമിഷം, അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഉചിതമായ സമയം. ഈ നിമിഷം നമ്മൾ ആരുടെ കൂടെയാണോ അവരാണ് നമുക്ക് ഇടപഴകാൻ പറ്റിയ ഏറ്റവും ഉചിതമായ ആൾക്കാർ. ഈ നിമിഷത്തിൽ നമ്മൾ ഇടപെടുന്ന ആൾക്കാർക്ക് എന്തൊക്കെ നന്മകൾ ചെയ്യാൻ സാധിക്കുമോ അതുതന്നെയാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും ഉചിതമായ കാര്യവും. അതിനാൽ ഈ നിമിഷത്തിൽ ജീവിക്കുക. ഈ നിമിഷം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യം. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിഞ്ഞുകൂടല്ലോ. അതിനാൽ നമുക്ക് കിട്ടിയ വിലപ്പെട്ട സമയം പാഴാക്കി കളയാതെ അത് ഓരോരുത്തർക്കും ഉപകാരപ്രദമായി വിനിയോഗിക്കാൻ കഴിയട്ടെ.